أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد വിശുദ്ധ ഖുർആൻ പ്രാരംഭത്തിൽ തന്നെ ഒരു വിശ്വാസിയുടെ പ്രാഥമികമായ മൂല്യങ്ങളെക്കുറിച്ച് ഒരു മുഅ്മിൻ എന്താവണം എന്നതെക്കുറിച്ച് ആണയിട്ട് വ്യക്തമാക്കി പറഞ്ഞു തരുന്നുണ്ട്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. വിശുദ്ധ ഖുർആൻ ഒരു മുസ്ലിമിൻ്റെ, ഒരു വിശ്വാസിയുടെ വിശേഷണങ്ങളെ എണ്ണമിട്ട് അക്കമിട്ട് വ്യക്തമാക്കി പറഞ്ഞു തരികയാണ്. അല്ലാഹ് എന്നുള്ള വിശേഷണത്തെ അള്ളാഹുവിൻ്റെ അവിടുത്തെ റഹ്മത്തിനെയും അവിടുത്തെ ഈമാനികമായ വിശ്വാസങ്ങളെയും അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ മലായിക്കത്തെ കുറിച്ചുമെല്ലാമുള്ള വിശ്വാസം, നമ്മൾ കാണാത്ത, നമ്മൾ നേരിട്ട് പരിചയിച്ചിട്ടില്ല എന്ന് നമുക്ക് തോന്നിക്കുന്ന പലതിനെയും കുറിച്ച് വിശ്വസിക്കുമ്പോഴാണ് ഒരു വിശ്വാസിയാവുന്നത്. അല്ലദീന യുഖീമൂന സ്വലാത്ത, നിസ്കാരം കൃത്യമായി നിർവഹിക്കാത്തവർക്ക് ഇസ്ലാമിൻ്റെ വേലിക്കെട്ടിനകത്തേക്ക് പ്രവേശനമില്ല, തീരുന്നില്ല. വിശുദ്ധ ഖുർആൻ അവിടുന്ന് സൂചിപ്പിക്കുന്നു, തൊട്ടുടനെ പറയുന്നത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഒരു വിശ്വാസി അവൻ്റെ മനസ്സിൽ ഈമാനിൻ്റെ കണികയുണ്ടെങ്കിൽ നിർബന്ധമായും അവനിക്ക് നൽകപ്പെട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട്, കാരുണ്യം കൊണ്ട് നമുക്ക് നൽകിയതിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ ഒരിക്കലും ഒരു വിശ്വാസത്തിന്റെ ദൃഢതയുള്ളവരായി നമ്മൾ മാറുകയില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ വീണ്ടും സൂചിപ്പിക്കുന്നുണ്ട്, അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗങ്ങൾ ഏതോ അവിടെ ശരിയായ വിധത്തിൽ സമ്പത്തിനെ ചെലവഴിക്കുന്നവരാണ് വിശ്വാസത്തിന്റെ ദൃഢതയിലേക്ക് പ്രവേശിച്ചവർ. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പരിശുദ്ധ ഈമാനിനെ പൂർണ്ണമായി ആവാഹിച്ചവർ എന്ന് ഖുർആൻ നമ്മോട് ആണയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. രണ്ട് രൂപത്തിലാണ് ചെലവഴിക്കേണ്ടത്. ഒന്ന് സ്വദഖ, അത് സുന്നത്താണ്. എന്നാൽ നിർബന്ധമായ സ്വദഖ അതാണ് സക്കാത്ത്. പരിശുദ്ധമായ റമളാനിൽ സക്കാത്തിന് പ്രത്യേകം പേരെടുത്തു പറയേണ്ടത് ഫിത്ർ സക്കാത്തിനെ കുറിച്ചാണ്. സാധാരണ കച്ചവടത്തിന്റെ സക്കാത്ത് അത് റമളാനുമായി ബന്ധപ്പെട്ടതല്ല. രണ്ട് രൂപത്തിലാണ് നമ്മൾ സക്കാത്ത് കൊടുക്കാറുള്ളത്. ഒന്ന് ഫിത്ർ സക്കാത്ത്, മറ്റൊന്ന് കച്ചവടത്തിന്റെ സക്കാത്ത്. ഫിത്ർ സക്കാത്ത് ഈ റമളാൻ മാസം കഴിഞ്ഞ് പെരുന്നാൾ ദിനം ആകുന്നതോടുകൂടെ ആ ദിവസം ആരെല്ലാമാണോ ജീവനോടെയുള്ളത് അവർക്കെല്ലാം സ്വന്തവും താൻ ആർക്കൊക്കെയാണോ ചെലവ് കൊടുക്കൽ നിർബന്ധമായത് അവരുടെ മേലിലും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ആ സക്കാത്താണ് ഫിത്ർ സക്കാത്ത്. നമുക്കറിയാവുന്നതുപോലെ കച്ചവടത്തിലെ സക്കാത്ത് കച്ചവടം ആരംഭിച്ചത് മുതൽ അറബി മാസം പരിഗണിച്ചുകൊണ്ട് ഒരു വർഷം പൂർത്തിയാകുന്നതെന്നോ അന്ന് കൊടുക്കുന്നതാണ് കച്ചവടത്തിന്റെ സക്കാത്ത്. അത് റമളാനിൽ ആരംഭിച്ചതാണെങ്കിൽ റമളാനിൽ കൊടുക്കേണ്ടതുണ്ട്. വേറെ ഏത് മാസത്തിലാണ് കച്ചവടം ആരംഭിച്ചതെങ്കിൽ ആ മാസത്തിൽ കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. കച്ചവടത്തിന്റെ സക്കാത്തും റമളാനുമായി അങ്ങനെ വലിയ ബന്ധം ഒന്നും ഇല്ല. ചില ആളുകൾ റമളാൻ മാസത്തിൽ മാത്രം കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കുന്നത് കാണാറുണ്ട്. അത് തികച്ചും ശരിയല്ല താനും. കാരണം അവരുടെ വർഷം തികയുന്ന സമയത്താണ് അവർ സക്കാത്ത് കൊടുക്കേണ്ടത്. അല്ലാത്ത പക്ഷം ആ വർഷം തികയുന്ന സമയത്ത് മൊത്തം അതിന്റെ വാല്യൂ കണക്ക് ചെയ്ത് അതിന്റെ 2.5% മറ്റോ അല്ലേ സക്കാത്ത് കൊടുക്കേണ്ടി വരിക. ഈ വർഷം തികയുന്ന സമയത്ത് 2.5% ആവില്ല, റമളാനിൽ ഉള്ള 2.5% എന്ന് പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട്. ഫിത്ർ സക്കാത്ത് നമ്മൾ എല്ലാവരും കൊടുക്കൽ നിർബന്ധമാണ്. സ്വന്തം ആ പെരുന്നാൾ ദിവസവും പെരുന്നാൾ രാത്രിയും ഈ രണ്ട് സമയം പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്ക് ചെലവ് കൊടുക്കാൻ ആവശ്യമായ സ്വത്ത്, സമ്പത്ത് നമ്മുടെ മേലിൽ നമുക്കുണ്ട് എങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഒരു സ്വാഅ് അഥവാ 4 മുദ്, ഇതാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇന്ന് മുദ് പാത്രങ്ങളെല്ലാം സുലഭമായി നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് അതിൽ വലിയ ആശങ്കകളൊന്നും നമുക്ക് ആവശ്യമില്ല. 4 മുദ്ദുകൾ ചേർന്നാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. സക്കാത്ത് അത്
സകാത്ത് വിതരണം ചെയ്ത് നിയ്യത്ത് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതെന്റെയും എന്റെ കുടുംബത്തിന്റെയും ഞാൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകളുടെയും പേരിലുള്ള ഫിത്ർ സകാത്താണ് എന്ന് നിയ്യത്ത് വെക്കുമ്പോൾ ആ നിയ്യത്ത് വെച്ച സാധനം തന്നെ നമ്മൾ അത് വിതരണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല സന്ദർഭങ്ങളിലും ഒന്നിച്ച് സകാത്ത് കൊടുക്കാനുള്ള അരി ഒന്നിച്ചു വെച്ച് പിന്നീട് ഒന്നിച്ച് നിയ്യത്ത് വെച്ച് പിന്നീട് അതിനെ ഓഹരി വെക്കുന്ന സംഭവം നമ്മൾ പലപ്പോഴും അനുഭവിക്കാറുണ്ട്. അങ്ങനെ ഓഹരി വെക്കുമ്പോൾ നമ്മൾ നിയ്യത്ത് വെച്ചതിന് ശേഷം ആ അരിയിൽ നിന്ന് ഓഹരി വെക്കുമ്പോൾ പലതും പുറത്തു പോകാനോ നഷ്ടപ്പെട്ടു പോകാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ആ സകാത്തിന്റെ വിഹിതം കൃത്യമായ ആളുകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉദിക്കാൻ കാരണമാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രിയരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഫിത്ർ സകാത്ത് ഒരു നാട്ടിലെ ഒരു നാട്ടിലെ സാധാരണ കഴിക്കുന്ന ഭക്ഷണം എന്താണോ അതാണ് വിതരണം ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ അരി ഭക്ഷണമാണ് കൂടുതൽ കഴിക്കാറുള്ളത്, നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് അരിയായിട്ടാണ് സകാത്ത് കൊടുക്കേണ്ടത്, ക്യാഷ് ആയിട്ടല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കച്ചവടത്തിന്റെ സകാത്ത് നേരെ തിരിച്ചാണ്. സകാത്തിനെ കുറിച്ച് പുതിയ കാലത്ത് ചില ആളുകൾ അപവാദം പ്രചരിപ്പിക്കാറുണ്ട്. നമ്മൾ ഉള്ള സ്ഥലത്താണല്ലോ പൊതുവെ സകാത്ത് കൊടുക്കേണ്ടത്. എന്നാൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് നമ്മുടെ നാടുകളിലല്ല സകാത്ത് കൊടുക്കേണ്ടത്. സമീപകാലത്ത് ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നും മത ഉത്പതിഷ്ടുക്കളുടെ ഭാഗത്തു നിന്നും ഇത്തരം കാഴ്ചപ്പാടുകളും ചിന്താഗതികളും ലേഖനങ്ങളും വായിക്കാൻ ഇടയായി. നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെയല്ല സകാത്ത് കൊടുക്കേണ്ടത്, മറിച്ച് നമ്മളെക്കാൾ നമ്മുടെ നാടിലുള്ളവരെക്കാൾ കൂടുതൽ അർഹരെവിടെയാണോ അവിടെയാണ് സകാത്ത് വിതരണം ചെയ്യേണ്ടത് എന്ന് ചില വിവരമില്ലാത്ത ആളുകൾ പ്രചരിപ്പിക്കുന്നത് കണ്ടു. ഫലസ്തീനിൽ പാവപ്പെട്ട ആളുകൾ മറ്റിതര രാജ്യങ്ങളിൽ പലയിടങ്ങളിലും മുസ്ലിങ്ങളും ഇതര മനുഷ്യരും വല്ലാതെ വിഷമിച്ച് ദാരിദ്ര്യത്തിൽ പട്ടിണിയിലായി കടന്ന് വല്ലാതെ വിഷമസന്ധിയിലുണ്ട്. അവർക്കാണ് ഈ സകാത്തിന്റെ ഉപകാരം എത്തേണ്ടത് എന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതവർക്ക് അതേക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തത് കൊണ്ടും തന്റെ നിർബന്ധമാകുന്ന സകാത്തല്ലാതെ ഒന്നും തന്റെ സമ്പത്തിൽ നിന്ന് വേറൊരാൾക്കും കൊടുക്കില്ല എന്നുള്ള വല്ലാത്ത അവരുടെ സ്വാർത്ഥ താല്പര്യം കൊണ്ടുമാണ് അങ്ങനെ അവർ പ്രചരിപ്പിക്കുന്നത്. മറിച്ച് ഫിത്ർ സകാത്തിന്റെ ലക്ഷ്യം അന്ന് പെരുന്നാൾ ദിവസത്തിൽ അല്ലെങ്കിൽ തത്തുല്യമായ ദിവസങ്ങളിൽ തന്റെ പരിസരത്ത് ഒരാളും ഭക്ഷണം കിട്ടാതെയോ വിശപ്പടക്കാൻ കഴിയാതെയോ ഉണ്ടാവരുത് എന്ന ലക്ഷ്യത്തിൽ നിന്നാണ് ഫിത്ർ സകാത്ത് ഉരുവം കൊള്ളുന്നത്. പ്രിയരെ, അങ്ങനെ വരുമ്പോൾ താൻ ഏത് സമയത്ത് താൻ ഇവിടെ ഉണ്ടാകുമ്പോ എന്റെ പരിസരങ്ങളിൽ ആർക്കാണ് ഭക്ഷണം ആവശ്യമുള്ളത്, ആർക്കാണ് ഫിത്ർ സകാത്ത് ആവശ്യമുള്ളത്, അതിന്റെ ആവശ്യക്കാർ, അതിന്റെ അർഹർ ആരാണോ ഉള്ളത് അവർക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. മറ്റ് ഇതര ദേശങ്ങളിലേക്ക് സ്വതക്കയുടെ ഭാഗമായി എല്ലാവിധ സമ്പത്തുകളും നമുക്ക് കഴിയാവുന്ന രൂപത്തിൽ എത്തിക്കേണ്ടതുണ്ട്. അല്ലദീന യുൻഫിഖൂന മിൻ അംവാലിഹിം, അവർക്ക് നൽകപ്പെട്ട സ്വതക്കകൾ, അവർക്ക് അല്ലാഹു നൽകിയ സമ്പത്ത്, ആ സമ്പത്തിൽ നിന്ന് സകാത്ത് മാത്രമല്ല സ്വതക്കയും മറ്റ് സൗകര്യങ്ങളും എല്ലാം എത്തിച്ചു കൊടുക്കണമെന്ന് നമുക്കറിയാവുന്നതാണ്. പ്രിയരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ വിശുദ്ധമായ മാസം അത് സ്വതക്കയെ കൂടുതൽ വർദ്ധിപ്പിക്കുക, സകാത്തിനെ പരിശുദ്ധമായ രൂപത്തിൽ അതിനെ നിർവഹിക്കുക. സ്വതക്ക സുന്നത്താണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുമ്പോൾ തന്നെ സ്വതക്ക ഏറ്റവും അർഹമായത് തന്റെ സ്വന്തം കുടുംബത്തിലെ, തന്റെ സ്വന്തം അനുചരർ, തന്നോട് കൂടുതൽ മുഖറബീങ്ങളായ ആളുകൾക്ക് സ്വതക്ക കൊടുക്കലാണ് ഏറ്റവും പ്രതിഫലം. അതവരുടെ ബന്ധത്തെ ഊഷ്മളപ്പെടുത്താനും അവരുടെ സാമ്പത്തികമായ പ്രതിസന്ധികളെ മറികടക്കാനും അത് ഉപകരിക്കുമെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളെ നിർദ്ധാരണം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അതുകൊണ്ട് ഇത്തരം ദീനിന്റെ താല്പര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി കിതാബുകളിൽ നിന്ന്, പണ്ഡിതന്മാരിൽ നിന്ന്, വിവരം പഠിച്ചവരിൽ നിന്ന് അതിനെ സ്വായത്തമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പുതിയ കാലത്ത് സകാത്തിനെ കുറിച്ചൊരു ധാരണയും ഇല്ലാതെ അത് ഒന്നിച്ചൊരുമിച്ച് കൂട്ടി തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചില ഉൽപ്പതിഷ്ണുക്കൾ, പുത്തനാശയക്കാർ ഇന്ന് രൂപം കൊണ്ടിട്ടുണ്ട്. ബൈത്തു സകാത്ത് എന്ന് പറഞ്ഞ് അവരുടെ സ്വന്തം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി ബൈത്തു സകാത്ത് ഉപയോഗപ്പെടുത്തുന്നവർ കണക്ക് വായിക്കുമ്പോ സകാത്തിന്റെ ബാലൻസ് എന്ന് പറഞ്ഞ അടുത്ത വർഷത്തേക്ക് കണക്ക് വായിക്കുന്നവർ, സകാത്ത് ആ വർഷം വിതരണം ചെയ്യൽ നിർബന്ധമായിരിക്കെ എങ്ങനെയാണ് അടുത്ത വർഷത്തേക്ക് സകാത്ത് ബാലൻസ് ഉണ്ടാകുക എന്ന് ചോദിക്കുമ്പോ അത് ഞങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിവെച്ചതാണ് എന്ന് പറഞ്ഞ് കൈ കഴുകാൻ ശ്രമിക്കുന്നവർ, അവർക്ക് ദീനിന്റെ ബാലപാഠം പോലും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ പാതയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.